ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയുണ്ട് അമേരിക്കയിൽ നിന്ന്. മധു, ഗുഡ് ഈവനിംഗ്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ടെക് ടൈക്കൂൺസ് ഉണ്ട്, മുൻ പ്രസിഡന്റുമാരുണ്ട്, വിശിഷ്ടാതിഥികളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അവിടെ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുക? അതിനുശേഷം ട്രംപിന്റെ ഒരു അഭിസംബോധന ഉണ്ടാകുമല്ലോ. എന്തായാലും അടുത്ത 4 വർഷം എങ്ങനെയാകും എന്നതിന്റെ ഒരു സൂചന തന്നെയാകും അത് എന്ന് കരുതുന്നു. സമ്പദ് വ്യവസ്ഥയെ അടക്കം ഫോക്കസ് ചെയ്തിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ള ഒരു സാധ്യത? ചടങ്ങുകൾ എങ്ങനെയായിരിക്കും? അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി അധികാരം ഏറ്റെടുക്കുവാൻ ഡൊണാൾഡ് ട്രംപിന് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് എത്തിക്കഴിഞ്ഞു ഈ ക്യാപിറ്റൽ റൊട്ടൻഡയിൽ. അതുപോലെ തന്നെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാരായ ജോർജ് ബുഷും അതുപോലെ ക്ലിന്റനും ഒബാമയും എത്തിയിട്ടുണ്ട്. ഒബാമയുടെ പത്നി മിഷേൽ ഒബാമ ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. നേരത്തെ ജിമ്മി കാർട്ടറുടെ ചടങ്ങിലും മരിച്ച ചടങ്ങിലും പങ്കെടുത്തിരുന്നില്ല. മിനിറ്റുകൾക്കുള്ളിൽ സത്യപ്രതിജ്ഞ എടുത്ത് അധികാരമെടുക്കുന്ന ട്രംപ് ഒരു പ്രത്യേക സന്ദേശമാണ് ഇനാഗുറൽ ഫംഗ്ഷന് കൊടുത്തിരിക്കുന്നത്. അമേരിക്കയുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്നൊരു സന്ദേശത്തിൽ ഊന്നിയുള്ള സത്യപ്രതിജ്ഞ ചടങ്ങുകളാണ് ട്രംപിന്റെ ഈ ഇനാഗുറേഷൻ കമ്മിറ്റി ഇതിനായി ക്രമീകരിച്ചിരിക്കുന്നത്. അമേരിക്ക ഈ കിഴക്കൻ മേഖല തണുത്തു പറച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് വാഷിംഗ്ടൺ DC-യിലൊക്കെ -6 ഡിഗ്രി മുതൽ -8 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. എന്നിരുന്നാൽ തന്നെ വളരെ ചൂടേറിയ ചില ഉത്തരവുകൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിരിക്കുന്നു ചരിത്രപരമായ ചില ഉത്തരവുകളിൽ ഒപ്പിടും. അതിൽ ഏറ്റവും പ്രധാനമാണ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള 10 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആയിരിക്കും ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഒപ്പിടുവാനുള്ള സാധ്യത. അതുപോലെ ക്യാപിറ്റോൾ കലാപത്തിൽ പങ്കെടുത്തവർക്കുള്ള പൊതുമാപ്പ് നൽകുവാനുള്ള ആ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലും ഡൊണാൾഡ് ട്രംപ് ഒപ്പിടുവാനുള്ള സാധ്യതയുണ്ട്. വളരെ ചെറിയ ഒരു സ്ഥലമാണ് ഈ ക്യാപിറ്റൽ റൊട്ടൻഡ. ക്യാപിറ്റോൾ ഹില്ലിന്റെ മകുടത്തിന്റെ താഴെയുള്ള ഈ സ്ഥലത്ത് ഏതാണ്ട് 600 പേർക്ക് മാത്രമേ ഇരിക്കുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ആദ്യ ട്രംപിൽ നിന്ന് രണ്ടാം ട്രംപ് അധികാരം ഏറ്റെടുക്കുമ്പോഴത്തേക്ക് വലിയ വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കും. നമുക്ക് കാണാം ശതകോടീശ്വരന്മാരായ എലോൺ മസ്കും മുകേഷ് അംബാനിയും ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് വന്നിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾ വന്നിരിക്കുന്നു. തന്നെയല്ല അടുത്ത ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപിന്റെ ചൈനയോടുള്ള നയത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നതായിട്ടും കാണാം. ഷി ജിൻപിങ്ങുമായിട്ട് സംസാരിക്കുകയുണ്ടായി. വരും 6 മാസങ്ങൾക്കുള്ളിൽ ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിക്കുവാനുള്ള സാധ്യതയുണ്ട്. ടിക്ടോക്കിന്റെ നിരോധനം എടുത്തു മാറ്റാനുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പിടുവാനുള്ള സാധ്യതയുണ്ട്. ഷി ജിൻപിങ് തന്റെ രണ്ടാമനെ തന്നെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് അയക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക ഭൂപടത്തിൽ അമേരിക്കയുടെ വിദേശ നയത്തിന്റെ ഒരു പ്രതിച്ഛായ തന്നെ ഡൊണാൾഡ് ട്രംപ് മാറ്റി എഴുതും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൃഷ്ണ. മധു കൊട്ടാരക്കര, അജണ്ട 47 എന്ന പേരിലാണ് അമേരിക്കയിൽ നടപ്പാക്കാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ട്രംപ് പുറത്തേക്ക് വിട്ടത്. അതിൽ ഇന്ത്യയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുമായുള്ള സഹകരണത്തെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടോ? എല്ലാ കാലത്തും നരേന്ദ്രമോദിയെ ഉറ്റ സുഹൃത്തായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് പരിഗണിച്ചിട്ടുള്ളത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് വിദേശകാര്യമന്ത്രി ജയശങ്കറാണ്. ഇന്ത്യയുമായുള്ള സൗഹൃദം അത് മുൻപുള്ളതുപോലെ തന്നെ ഊഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നായിരിക്കുമോ ഇന്ത്യയോടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നയം? ഗോപി, ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഏറെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഈ പശ്ചിമേഷ്യയിലെ സംഘർഷമൊക്കെ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് ഇന്ത്യയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു രാജ്യമായിരിക്കും അമേരിക്ക മുന്നോട്ടുള്ള യാത്രയെ. അത് ആര് വന്നിരുന്നാലും കാര്യം ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. എന്നാൽ ജോ ബൈഡൻ വരുമ്പോഴും ഇന്ത്യയുമായിട്ടുള്ള അമേരിക്കയുടെ നയങ്ങളും അതുപോലെ ഒപ്പിട്ട കരാറുകളും ഒക്കെ ഏറെയാണ്. അപ്പോൾ 2 ഭരണതലവന്മാർക്ക് അപ്പുറത്തേക്ക് വളർന്നിരിക്കുകയാണ് അമേരിക്ക ഇന്ത്യ ബന്ധം. തന്നെയുമല്ല ഇന്ത്യയുമായിട്ടുള്ള ഒരു സൗഹൃദം ചൈനയുടെ ഈ ആഗോളതലത്തിലുള്ള വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് വാണിജ്യ മേഖലകളിലുമൊക്കെ തടയിടുവാനായിട്ട് ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം അവർ കാത്തു സൂക്ഷിക്കും. തന്നെയല്ല ഡൊണാൾഡ് ട്രംപിന്റെ ചില അപ്രതീക്ഷിത നീക്കങ്ങൾ എപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൈനയുമായിട്ടുള്ള ഒരു സംസാരത്തിൽ ഒരു മഞ്ഞുരുകുന്നുണ്ടെങ്കിൽ തന്നെയും ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനോ മുന്നോട്ട് പോകാൻ ഒട്ടും സാധിക്കില്ല. തന്നെയുമല്ല ഈ ഡൊണാൾഡ് ട്രംപിന്റെ ക്യാബിനറ്റിൽ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന JD വാൻസിന്റെ ഉഷ ചിലുക്കരി വാൻസ് ആദ്യ ഏഷ്യൻ വംശജയാണ്. ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള
ആദ്യത്തെ സെക്കൻഡ് ലേഡിയാണ്. വിവേക് രാമസ്വാമിയാണ് വന്നിരിക്കുന്നത്. ഈ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിൽ എലോൺ മസ്കിനോടൊപ്പം ഏതാണ്ട് 3 മില്യൺ ആൾക്കാരാണ് ഫെഡറൽ ഗവൺമെന്റ് ജീവനക്കാരായിട്ടുള്ളത്. അതിൽ 1/2 മില്യൺ വാഷിംഗ്ടൺ DC ചുറ്റിപ്പറ്റിയാണുള്ളത്. അവരെയൊക്കെ വലിയ തോതിൽ ബാധിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് വിവേക് രാമസ്വാമിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ കാഷ് പട്ടേൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരോട് ഒരു പ്രത്യേക ഒരു താല്പര്യം ഡൊണാൾഡ് ട്രംപ് എപ്പോഴും വെച്ചു പുലർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ അനധികൃത കുടിയേറ്റക്കാരിൽ അത് ഇന്ത്യക്കാരാണോ ചൈനയാണോ മറ്റ് മെക്സിക്കോ ആണോ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. കാര്യം കൊട്ടാരക്കര ട്രംപിന്റെ കുടിയേറ്റ നയം എന്തായിരിക്കും എന്നത് മറ്റ് പല രാജ്യങ്ങളെയും പോലെ ഇന്ത്യയും വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് അതിനെ ഉറ്റുനോക്കുന്നത്. താങ്കളിലേക്ക് വരാം. ഏതായാലും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ആ വേദിയിലേക്ക്, ആ ചടങ്ങിലേക്ക് വിശിഷ്ടാതിഥികൾ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. US-ന്റെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. വാഷിംഗ്ടൺ DC-യിലെ US ക്യാപിറ്റോളിലെ റോട്ടൻഡ ഹാളിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. അതിശൈത്യമായതുകൊണ്ട് തന്നെ പുറത്തുവെച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടത്താൻ കഴിയാത്ത സാഹചര്യമാണ്. അങ്ങനെയാണ് ഹാളിലേക്ക് അത് മാറ്റിയത്. വൈറ്റ് ഹൗസിന് സമീപം സെന്റ് ജോൺസ് എപ്പിസ്കോപ്പൽ ചർച്ചിലെ കുർബാനയ്ക്ക് ശേഷമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങുക.